വിവാദങ്ങൾ എനിക്കിഷ്ടമാണ്. വിവാദം ഉണ്ടാക്കിയത് ഞാനാണെങ്കിൽ അത് അവസാനിപ്പിക്കാൻ എനിക്കറിയാം. അപ്പോൾ ഈ കുറച്ച് ദിവസമായിട്ടുള്ള ഈ ട്രൺബോളിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ഒരുപാട് വിവാദമായതാണ്. അപ്പോൾ ഇത് ശരിക്ക് എന്താണ് ട്രൺബോൾ? ശരിക്കും ഇതിൻ്റെ പേര് ട്രൺബോളിൽ നിന്നാണ്. അത് നമ്മൾ വിളിപ്പേരാണ് ട്രൺബോൾ. ഫിനാഫിക്സ് എന്ന പേരിൽ ഏർപ്പെടുന്ന ഒരു ആൻഡ്രോജനിക് അനബോളിക് സ്റ്റിറോയിഡാണ് ഈ പറയുന്ന ട്രൺബോൾ. അപ്പോൾ അത് ഉപയോഗിക്കുന്നത് മനുഷ്യരാണോ? അല്ല. ആ മെഡിസിൻ എന്താണെന്ന് ശരിക്ക് അത് ഒരു വെറ്റിനറി മെഡിസിനാണ്. ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ടുള്ള വീഡിയോ ഞാനതിൽ എൻ്റെ ഫസ്റ്റ് ഇതിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നേ ഞാൻ ചെയ്തു. ഏകദേശം 2.1 മില്യണുള്ള ആൾക്കാർ കണ്ടതാണ് ആ വീഡിയോ. ഇതിൻ്റെ സൈഡ് എഫക്റ്റുകൾ, അതിൻ്റെ എന്താണ് ബെനിഫിറ്റ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത് വെറ്റിനറി മെഡിസിനാണ്. ഈ മെഡിസിൻ ഒരിക്കലും മനുഷ്യന് ചെയ്യാൻ അലൗഡില്ലാത്ത സാധനമാണ്. ഇതൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യം, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ ഇത് വെറ്റിനറി മെഡിസിൻ ആണെന്ന് പോലും അറിയാൻ പാലാണ്ട് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഇത് ശരിക്കും മൃഗങ്ങളുടെ മസിൽ വളർച്ച എത്തിയിട്ട് അവർക്ക് അതിൻ്റെ ബോഡി വെയിറ്റ് കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു മെഡിസിനാണ് ഈ ട്രൺബോൾ. ഇതാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1980 കാലം മുതലേ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒരിക്കലും അലൗഡല്ല. അപ്പോൾ ഈ സാധനം ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആരാണെന്ന് ആദ്യം വിചാരം ഉണ്ടാകണം. പിന്നെ മറ്റുള്ളവരുടെ ഉപദേശം കൂടുതൽ നമ്മളെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഊമ്പി തിരിഞ്ഞു പോകും. അപ്പോൾ ഉപദേശം നമ്മൾ എടുക്കണം, നമുക്ക് ആവശ്യമുള്ള എടുത്തിട്ട് ബാക്കി ഇങ്ങനെ കളയുക. അതാണ് എൻ്റെ ഒരു തിയറി. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് ഒരുപാട് മെസ്സേജ് എനിക്ക് വരുന്നുണ്ട്. ചേട്ടാ ഇത് എങ്ങനെയാണ് ചെയ്യണം, എങ്ങനെയാണ് അതിൻ്റെ ഡോസേജും കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ മെഡിസിൻസ് എല്ലാം ഒന്നും നമുക്ക് ഇതല്ല, ശരീരത്തിന് ഗുണം ചെയ്യുന്നതല്ല, എല്ലാം സൈഡ് എഫക്റ്റ് ഉള്ളതാണ്. അത് ഈവൻ ഏത് മെഡിസിനാണെങ്കിലും ഈ ബ്രാൻഡിൽ തന്നെ ഒരുപാട് പേര് ഇതിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യാനറിയാവുന്നവൻ എന്തായാലും നമ്മളിത് ചെയ്യാൻ കൊടുക്കുന്നത് ഒരു കാരണവശാലും ഒരു ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്താൽ അയാൾ ചെയ്തു തരത്തില്ല. പിന്നെ ചെയ്യുന്നതെല്ലാം ഈ ട്രെയിനേഴ്സ് തന്നെയാണ് ചെയ്യുന്നത്. ഇതെടുത്ത് ചെയ്യാൻ കഴിവുള്ളവൻ അതിനെക്കുറിച്ച് കുറച്ചറിയാണ്ട് ഒന്നും ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യണം എന്ന് വിചാരിച്ച സാധനം ചെയ്യുക. ഇല്ലത് വേണ്ടെന്ന് വെച്ചാൽ വേണ്ട. അത് കൊച്ചായാലും കുഞ്ഞായാലും എന്താണേലും നമ്മളുടെ തീരുമാനമാണ്. മറ്റുള്ളവരെല്ലാം തീരുമാനിക്കേണ്ടത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം. കൂടുതൽ ഉപദേശങ്ങൾ നമ്മൾ എടുക്കാൻ നിൽക്കരുത്. നമുക്ക് ആവശ്യമുള്ള എടുക്കുക, ബാക്കി തള്ളിക്കളയുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ആരും പച്ചവെള്ളം കുടിച്ചിട്ടല്ല ഈ ഷഡ്ഡി വിട്ടുണ്ട് സ്റ്റേജിൽ കയറി നിൽക്കുന്നത്. എല്ലാവന്മാരും ഇതൊക്കെ തന്നെ ചെയ്തിട്ടാണ്. പിന്നെ വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ഞാൻ പറയാം. ഒരു ബോഡി ബിൽഡർ 5 പ്രാവശ്യം മിസ്റ്റർ ഒളിമ്പ്യ പിടിച്ച ആൾ വന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഇത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ വേറെ ഏതൊക്കെയാണ് ചെയ്തിട്ട് വന്ന് പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു കാരണവശാലും നമ്മൾ വിശ്വസിക്കുന്നില്ല. കാര്യം ഈ ബോഡി ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഒരുത്തനും ഒരു കാര്യം തുറന്നു പറയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേജിൽ ഒന്നാമനായി എത്തുക, അതാണ് നമ്മുടെ ഒരു രീതി. അതിനുവേണ്ടി നമ്മൾ ഏതറ്റം വരെയും പോകും, എന്ത് സാധനവും ചെയ്യും. നമ്മൾ ഫസ്റ്റ് ചിന്തിക്കുന്നത് നമ്മുടെ ആ സ്റ്റേജ് മാത്രമേ ഉള്ളൂ, സ്റ്റേജ് പെർഫോമൻസ്. വേറെ ഒന്നും ചിന്തിക്കുന്നില്ല, അവിടെ എല്ലാം കയറ്റും. അതിപ്പം ഇനി ആരെന്തെല്ലാം പറഞ്ഞാലും ഏതൊരു ബോഡി ബിൽഡർ വന്നാലും ഞാനത് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ കള്ളത്തരമാണ്. 100% കള്ളത്തരമാണ്. ഒരിക്കലും ഒരുത്തനും ഒരു സാധനം തുറന്നു പറയത്തില്ല. തുറന്നു പറയുന്നവൻ ശത്രുവായിരിക്കും. ഇപ്പം ഞാൻ ശത്രുവാണ് എല്ലാവരുടെയും. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കാര്യം തുറന്നു പറയുന്നു. അപ്പോൾ ഈ ഒളിമ്പ്യ പിടിച്ചവനായാലും ആരാണെങ്കിലും ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്. അത് ചെയ്തവൻ തന്നെയാണ്. നമ്മളിപ്പോൾ ഈ ഒളിമ്പ്യ പിടിച്ചവൻ്റെ കൂടെയാണ്. അവൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ആര് കണ്ട്? അവൻ പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നു, നല്ലേ ഉള്ളൂ. അപ്പോൾ ആരും വിലയിരുത്താൻ നോക്കരുത്. ട്രൺബോളിനെ കുറിച്ച് ഇനി വിശദമായിട്ട് ഞാൻ ഇതിനു മുന്നേ പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യണ്ട എന്ന രീതിയിൽ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്കറിയാം ഏത് ഡോസേജിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇതിവിടെ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി ചൊറിയാൻ ആവശ്യമുള്ള ആൾക്കാർ, നന്നായിട്ട് താഴത്തുനിന്ന് ചൊറിഞ്ഞു വരുന്ന ആൾക്കാർ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുക, ഞാൻ തിരിച്ചങ്ങോട്ട് തരാം. അതാകുമ്പോൾ അടിക്കുമ്പോൾ തന്തക്കും തള്ളക്കും വിളിക്കുമ്പോൾ പേഴ്സണലായിട്ട് വിളിക്കാം, നാട്ടുകാരെ കേൾപ്പിക്കണ്ടല്ലോ. അതുകൊണ്ടാണ്. അപ്പോൾ ഓക്കെ അല്ലേ?